അതിപ്പോൾ 10-ാം തീയതി കഴിയുമ്പോൾ കോടതി പറയുമല്ലോ. കോടതി പറയുകയാണ് അതുകൂടി പരിശോധിക്കണം. ഈ SIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. മാത്രമല്ല അവർക്കിപ്പോൾ ആവശ്യപ്പെടാം. ഞാൻ അതിൻ്റെ ഒരു നിയമവശം AG-യുമായിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു ഇവർക്ക് ആവശ്യപ്പെടാൻ കഴിയുമോ? നേരിട്ട് ഈ കസ്റ്റോഡിയനോട് കോടതി ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിൽ ആവശ്യപ്പെടാൻ കഴിയുമോ എന്നുള്ള നിയമവശം നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കുന്നതിന് തടസ്സമില്ല, നമ്മൾ കൊടുക്കും. അതിലൊന്നും യാതൊരു തർക്കമില്ല. അല്ല, നമുക്ക് അങ്ങോട്ട് പറയാൻ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആഭ്യന്തര വകുപ്പ് വെച്ച് കഴിഞ്ഞു. അവരുടെ മുമ്പിലേക്ക് ഇപ്പോൾ വരുന്നത് പറഞ്ഞാൽ പരാതികളാണ്. ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. അതിന്മേലെല്ലാം അവർ കേസെടുത്തുകൊണ്ടിരിക്കുന്നു, അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ചോദിച്ച പോലെ ഇതിനകത്ത് ഏതെങ്കിലും ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തി ഏതെങ്കിലും കേസ് ഇപ്പം കൊടുക്കാത്ത പേജുണ്ടല്ലോ, അതിലുണ്ടെങ്കിൽ ആ ഭാഗം കൊടുക്കണമെങ്കിൽ കോടതി ഒന്നും പറയണം. കാരണം കോടതി ഇത് അവർക്ക് സീൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. കോടതി പറയുന്നതിന് മുമ്പ് ഇങ്ങനെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള നിയമോപദേശവും ഞങ്ങളിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും സർക്കാരിനെ സംബന്ധിച്ചില്ല. അതിൻ്റെ നിയമോപദേശം വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കോടതി മുമ്പിൽ ഉള്ളതുകൊണ്ട്. അതായത് കോൺക്ലേവ് എന്ന് പറയുന്നതിനെ പല ആളുകളും തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായി മന്ത്രി എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു, കോൺക്ലേവ് കേരളത്തിൽ ഒരു സിനിമാ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ആ സിനിമാ പോളിസി ഉണ്ടാക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ, സിനിമാ രംഗത്തെ അതിപ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ നിർദ്ദേശങ്ങൾ, നിഗമനങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാലം വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്കൊരു പോളിസി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊരു നയം വേണം. ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം. ആ നയം എന്തായിരിക്കണം, ഏത് തരത്തിലാണ് ആ നയം രൂപീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് പോയപ്പോഴാണ് ഈ കോൺക്ലേവ് എന്ന് പറയുന്ന ആശയം വന്നിട്ടുള്ളത്. ആ പേര് വേണേൽ മാറ്റാം, അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല. കോൺക്ലേവ് എന്ന് പറയുന്നതിന് ഒരു സെമിനാർ എന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് ഈ മേഖലയിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെയാണ് വിളിച്ചു കൂട്ടുന്നത്. ഇന്ത്യയിൽ ലോകത്തുള്ള എക്സ്പേർട്സുകൾ വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഫിഗേഴ്സിനെ വിളിക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഫിഗേഴ്സിനെ വിളിക്കുന്നുണ്ട്, കേരളത്തിലെ ഫിഗേഴ്സിനെ വിളിക്കുന്നുണ്ട്. വിവിധ പിന്നെ യൂണിയൻസ് അല്ലെ വിവിധ സംഘടനകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഭാരവാഹികൾ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ മീറ്റിങ്ങിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് നടക്കുമോ നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തടയുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലൊന്നുമല്ല, ആ ഭയപ്പാടുകൊണ്ടൊന്നുമല്ല. അത് ഒരു പക്ഷേ ചിലപ്പോൾ ഇവരെ മാത്രമായി ഇന്റേണലായ ഡിസ്കഷൻ ഒരു സംഘടന മാത്രം വെച്ചുള്ള ഡിസ്കഷൻസിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന മാത്രം വെച്ച് ഡിസ്കഷൻ നടത്തുക, മറ്റ് നിർമ്മാതാക്കൾ WCC മാത്രം വെച്ച് ഡിസ്കഷൻ, അങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ആലോചിച്ചാലും ഇതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഈ പോളിസിയിലേക്ക് എത്തുക, ആ ഫ്രെയിം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ ഇപ്പോൾ കുറ്റം ആരോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാളും ആയിട്ട് ഒരു ചർച്ചയും ഗവൺമെൻറ് ഈ പോളിസി ഉണ്ടാകില്ല. ഒരു സംശയം വേണ്ട കാര്യം. അത് അതൊക്കെ ഒരു വ്യക്തിത്വമല്ലേ. ഞങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപക്ഷത്താണല്ലോ ഗവൺമെൻറ്. ഇവിടെ ചില മാധ്യമങ്ങളാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെന്ന് അങ്ങനെ വരുത്താൻ വേണ്ടി ശ്രമിച്ചത് പരാജയപ്പെട്ടു പോയി. ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ഒരു കടന്നാക്രമണത്തെയും ഗവൺമെൻറ് അംഗീകരിക്കില്ല. കടുത്ത ശിക്ഷാ നടപടി, നിയമ നടപടിയായിരിക്കും ഗവൺമെൻറ് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഈ പോളിസിയിൽ അത് ശക്തമായി വരികയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വനിതയ്ക്ക് കേരളത്തിൽ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത്, കലാരംഗത്ത് യാതൊരു വിധമായ ഭയവുമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പോളിസി ആയിരിക്കും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ നിയമസംഹിതകൾ, നിയമ നടപടികളെല്ലാം അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പോളിസി വരുന്നതിൻ്റെ ഗുണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ സഹോദരിമാർക്കാണ്. അതാണ് ഗവൺമെൻറ് നിലപാട്. അല്ല, അതെ, WCC പറയേണ്ട കാര്യമില്ല, കോടതി പറഞ്ഞല്ലോ. സീൽഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നല്ലോ അവർക്ക് മുഖ്യമന്ത്രിയെ കാണാം, വകുപ്പ് മന്ത്രി തന്നെ കാണാം, നമ്മുടെ സഹോദരിമാരല്ലേ, അവർ വന്ന് കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടതുകൊണ്ടാണല്ലോ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സഹോദരിമാർ, അവർക്ക് എപ്പോഴും വന്ന് കാണാം. അവരുടെ പരാതികളോ അവരുടെ ആശയങ്ങളോ വിഷയങ്ങളോ ഗവൺമെൻറ് മുമ്പ് ധരിപ്പിക്കുന്നതിന് കുഴപ്പമെന്താ? അങ്ങനെ ധരിപ്പിച്ചാൽ അതുകൂടി വെച്ചുകൊണ്ടായിരിക്കും നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അതിനകത്തൊന്നും ഒരു സംശയം. അതൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട അൻവർ മുഖ്യമന്ത്രിയുമായിട്ടും ഇന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഗവൺമെൻറ് തലത്തിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
മുഖ്യമന്ത്രി വിഴിഞ്ഞാന്തി കോട്ടയത്ത് പറഞ്ഞല്ലോ, ഒരു പുഴുക്കത്തിനും ഒരു മേഖലയിലും അംഗീകരിക്കില്ല. അതിനെ എതിരായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഗവൺമെന്റ് പോളിസി. ഇല്ല, അതൊക്കെ ഗവൺമെന്റിന്റെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു.